രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. പാഠം 1 പുതുയുഗ വിദ്യാലയം എന്ന ആശയത്തിലൂന്നിയാണ് ഈ വർഷം അധ്യയന വർഷം ആരംഭിക്കുന്നത്. 2026 സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 3 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. നവാഗതരെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. കുട്ടികളൊക്കെ റെഡിയാണ്, വിദ്യാലയങ്ങളും റെഡിയല്ലേ? അവിടെ എല്ലാ ഒരുക്കങ്ങളും ആയിട്ടില്ലേ? ശ്രീജ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് ഒരു പുതിയ തുടക്കമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. പുതിയതായി സ്കൂളുകളിലേക്ക് എത്തുന്ന നിരവധിയായിട്ടുള്ള ഏതാണ്ട് 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ 1ാം ക്ലാസ്സിലേക്ക് ഇത്തവണ പുതുതായിട്ട് എത്തും എന്നാണ് മന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്താണ് ഇത്തവണ നടക്കുന്നത്. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ 9:30 ഇന്നത്തെ പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സ്കൂളിൽ നടന്നു വരികയാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരവും വരുമ്പോഴും ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഒരുക്കങ്ങളിലായിരുന്നു. എന്തായാലും ഈ പുതുതായി വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചെറിയ വർണ്ണക്കസേരകൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സ്കൂളിലേക്ക് മാത്രം ഏതാണ്ട് 140 പുതിയ വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. അവരെ കൂടി സ്വീകരിക്കുന്നതിന്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് 100ഓളം വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ചെറിയ കസേരകൾ, ഈ വർണ്ണക്കസേരകളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഒപ്പം തന്നെ ഈ ക്ലാസ് മുറികളൊക്കെ തന്നെയും ഈ ഗംഭീര തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഈ അലങ്കാര പണികളൊക്കെ ഇന്നലെ ഇവിടുത്തെ ടീച്ചർമാർ തന്നെയാണ് അതിൻ്റെ സ്റ്റിക്കറുകൾ ഈ നമ്മുടെ ഈ വർണ്ണ പേപ്പറുകളിലൊക്കെ വെട്ടി ഉണ്ടാക്കുകയും ഈ ബലൂണൊക്കെ ഈ വീർപ്പിച്ച് അതെല്ലാം ഇവിടെ ഇത്തരത്തിൽ മനോഹരമായി തന്നെ ഇവിടെ അലങ്കരിക്കുകയൊക്കെ ചെയ്തത് ഇവിടുത്തെ ടീച്ചർമാർ തന്നെയായിരുന്നു. ഇന്നലെ നമ്മൾ വൈകുന്നേരം വരുമ്പോഴും ഇതിൻ്റെ ഈ ഒരുക്കങ്ങൾ ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മോടി പിടിപ്പിക്കുന്ന പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചുവരുകളൊക്കെ തന്നെയും വലിയ രീതിയിൽ ചിത്രങ്ങൾ ഒക്കെ നൽകിക്കൊണ്ട് അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളുടെയൊക്കെ തന്നെ ചിത്രങ്ങളാണ് അതിൽ പലതിലും ഉള്ളത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആ നിലയ്ക്ക് സ്കൂളുകളൊക്കെ തന്നെയും മോടി പിടിപ്പിക്കുന്ന പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഇന്നലെ അവസാന സമയത്തും, അതായത് നമ്മളിന്നലെ വൈകുന്നേരം വരുന്ന സമയത്തും അതിൻ്റെ ആ ചിത്രവര അതിൻ്റെ പരിപാടികളൊക്കെ തന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടി ഇരിപ്പിടങ്ങളൊക്കെ തന്നെയും ഏറ്റവും മികച്ച രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഈ സ്റ്റേജ് ആണെങ്കിലും ഇവിടെ ഈ കുട്ടികൾ ഇന്നത്തെ ഈ പ്രത്യേകമായിട്ടുള്ള ഈ പരിപാടി അതിന് ഈ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് അവർക്ക് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ, അവർക്ക് ഏറ്റവും ആനന്ദകരമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസമായി തന്നെ ഈ ദിവസത്തെ അടയാളപ്പെടുത്തുക. അതുതന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പാഠം 1 പുതുയുഗ പിറവി എന്നുള്ള ഒരു ടാഗ് ലൈനിൽ ഊന്നിക്കൊണ്ടാണ് ഇത്തവണ ഈ ഒരു ഈ പ്രവേശനോത്സവം ഇത്തവണ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ഈ കോമ്പയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ നടത്തുന്നത് ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്, വിദ്യാർത്ഥികൾ തന്നെയാണ് എന്നതാണ് ഈ പരിപാടിയെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ ഈ പ്രവേശന ഗാനം തന്നെയാണ്. പ്രവേശന ഗാനവും സമാനമായ രീതിയിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ളൊരു പാട്ട് അത് റഫീഖ് അഹമ്മദാണ് എഴുതിയിരിക്കുന്നത്. അത് സംഗീതം ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അത് നൽകിയിട്ടുമുണ്ട്. അത് വളരെ ആവേശത്തോടു കൂടി തന്നെ നമ്മൾ ആ പാട്ടുകളൊക്കെ തന്നെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ കേറി വാ എന്നുള്ള ആ ഒരു ഇതിലൊക്കെയാണ് അതിൻ്റെ വരികളൊക്കെ പോയിരിക്കുന്നത്. ഏറ്റവും നമുക്ക് ആവേശം തോന്നുന്ന രീതിയിൽ തന്നെയാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതും ആ ഗാനത്തെയും ഏതാണ്ട് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ നിലയിൽ സ്കൂൾ ക്ലാസ് മുറികളൊക്കെ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് കുട്ടികൾക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ വരുമ്പോൾ അവർക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്ന രീതിയിൽ തന്നെ ആ ക്ലാസ് മുറികളൊക്കെ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ബലൂണുകൾ
വസ്തുക്കൾ, ഒപ്പം തന്നെ ചിത്രങ്ങൾ, ഇതുപോലെയുള്ള കൗതുകം ഉയർത്ത അവർക്ക് പ്രത്യേകം കുട്ടികൾക്ക് കണ്ട് ഇഷ്ടപ്പെടാൻ രീതിയിൽ ഈ കരകൗശല വസ്തുക്കൾ പോലെ അത് നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ടീച്ചർ എബി വലിയ ആവേശത്തിലാണ്, കാരണം അത്രത്തോളം ആവേശം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്കൂളുകളൊക്കെ റെഡിയാണ്. കുട്ടികൾ ഇനി വന്നു കഴിഞ്ഞാൽ പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു എബി ജോൺ തോമസ്.